അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ സംസാരിക്കുകയാണ്. കുറേ സംസാരങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ കൂട്ടുകാരൻ ബഹുമാനപ്പെട്ടവരടുക്കൽ ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാനൊന്നും ഇല്ലാത്തവനാണ്, ഞാനൊരു മിസ്കീനാണ്, ഞാനൊരു ദരിദ്രനാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ. അങ്ങനെ അദ്ദേഹം കുറേ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് എന്ന രീതിയിലൊക്കെ കുറേ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഉടനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് വീടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വീടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻത മിനൽ അഗ്നിയ, നിനക്ക് വീടുണ്ടെങ്കിൽ നീ ഒരു ഐശ്വര്യക്കാരനാണല്ലോ, നീ ഒരു പണക്കാരനാണല്ലോ. എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട് വീടില്ലാത്തവർ. ഒന്ന് വീട് വെച്ച്, സ്വന്തമായി ഒന്ന് വീട് വെച്ച് ഒന്ന് താമസിച്ച് അതിൽ ജീവിക്കണം എന്ന് കൊതിച്ചിട്ട് കാത്തിരുന്ന് എത്രയോ കാലങ്ങളായി കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരിവിടെയുണ്ട്. ആ സമയത്താണ് നിനക്ക് നിന്റെ ഭാര്യ മക്കളോടുകൂടെ സ്വന്തമായി ആരും നിന്നെ പുറത്താക്കാതെ സ്വന്തമായി താമസിക്കാൻ ഉള്ള ഒരു വീട് നിനക്കുണ്ടു എന്ന് പറയുമ്പോൾ നീ എങ്ങനെ ഫക്കീറാവുക? നീ ഒരു പണക്കാരനാണല്ലോ എന്ന് ചോദിച്ചു. വീണ്ടും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, നിനക്കൊരു ഖാദിമുണ്ടോ, വീട്ടിലൊരു ജോലിക്കാരനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അന്നത്തെ പതിവ് അങ്ങനെയാണ്, ഖാദിമീങ്ങൾ ഉണ്ടാകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു ഖാദിമുണ്ട്, ഒരു പണിക്കാരനുണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെങ്കിലും നീ ഒരു രാജാവായില്ലയോ, നീ ദരിദ്രൻ അല്ലല്ലോ എന്ന് പറഞ്ഞു. എന്താണ് ഈ സന്ദർഭം? ഈ സംസാരത്തിൽ നിന്ന് നാം പഠിക്കേണ്ട വലിയൊരു പാഠം, അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകൾ, നമ്മുടെ ഇല്ലായ്മകളാണ് പലപ്പോഴും നാം ചിന്തിക്കുക. എനിക്കതില്ല, എനിക്കിതില്ല, ഞാൻ എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, വളരെ കഷ്ടപ്പെട്ടവനാണ്, ഞാൻ ദരിദ്രനാണ്, എന്നെ പോലത്തൊരു ദരിദ്രൻ ഈ ലോകത്തില്ല, എന്നെ പോലത്തെ ഒരു കഷ്ടപ്പെടുന്നവൻ, പണമില്ലാത്തവൻ ഇവിടെ ആരുമില്ല എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുക. അതേ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമുക്ക് എത്ര നിയമത്തുകളുണ്ട്, എത്ര സൗകര്യങ്ങൾ റബ്ബ് നമ്മളോട് നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ നിയമത്തുകളും ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട്, എത്രയോ കഷ്ടപ്പെടുന്നുണ്ട്. രോഗമായിട്ടും കഷ്ടപ്പാടുകളെ കൊണ്ടും മുസീബത്തുകളെ കൊണ്ടും പണമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം മുസീബത്തുകളെ കൊണ്ട് എത്രയോ കഷ്ടപ്പെടുന്നവർ ഈ ലോകത്തുണ്ടായിരിക്കെ അൽഹംദുലില്ലാഹ് വലിയൊരു പണക്കാരൻ അല്ലെങ്കിൽ പോലും നല്ല ഇസ്സത്തോടുകൂടെ നമ്മുടെ ഭാര്യ മക്കളോടുകൂടെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് നല്ല കിടന്നുറങ്ങാനുള്ള നല്ലൊരു അവസരം നമ്മളെ റബ്ബ് നമ്മൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദുനിയാവിൽ റബ്ബ് നൽകുന്ന വലിയ സന്തോഷമെന്ന് നാം കരുതണം. പലപ്പോഴും നമ്മളത് കരുതുന്നില്ല. നമ്മളെക്കാൾ മുമ്പിലുള്ള പണക്കാരെ ഇങ്ങനെ കൊതിക്കുകയാണ്. അവന് കുറേ നിയമത്തുകൾ, കുറേ ദുനിയാവിൻ്റെ സ്വത്തുകളൊക്കെയും വാരിക്കൂട്ടുമ്പോൾ അതെനിക്ക് സാധിച്ചില്ലല്ലോ, അതെന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും നടക്കുന്ന സൽക്കാരം അവൻ വലിയ പ്രൗഢിയോടുകൂടെ വലിയ ആഡംബരത്തോടുകൂടെ നടത്തുമ്പോൾ അത് എൻ്റെ വീട്ടിൽ നടത്താൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ മകളെ കല്യാണം അങ്ങനെ നടത്താൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ മക്കളെ കല്യാണം അങ്ങനെ നടത്താൻ കഴിഞ്ഞില്ലല്ലോ. അതിൻ്റെ പേരിലാണ് പലപ്പോഴും നമുക്ക് വിഷമങ്ങളും വേദനകളും. അല്ലാതെ വീട്ടിൽ ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ തിന്നാനോ ഒന്നുമില്ലാത്തതിൻ്റെ പേരിലൊന്നല്ല പലപ്പോഴും നമുക്ക് വിഷമം ഉണ്ടാകുക. അത് അങ്ങനെയാണെങ്കിൽ പലപ്പോൾ അത് വിഷമമാണെന്നും ബേജാറാണെന്നും അത് കഷ്ടപ്പാടെന്നും മുസീബത്താണെന്നും പറയാം. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ നമുക്ക് റബ്ബ് ഏകദേശം ആൾക്കാർക്കൊക്കെയും അത്യാവശ്യമൊക്കെ റബ്ബ് നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കിട്ടിയിട്ട് നമുക്ക് മതിയാകുന്നില്ല.
പിന്നെയും വേണം. അതിൻ്റെ പേരിലാണ് ഞാനൊരു പാപപ്പെട്ടവനും ഞാനൊരു കഷ്ടപ്പെടുന്നവന് എന്നെ പോലത്തവന് ആരുമില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. ഒരിക്കലും പോലും നമ്മൾ ചിന്തിച്ചു പോകരുത്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അതെ, നിനക്കൊരു വീടുണ്ടെങ്കിൽ മതി, നീ ഒരു പണക്കാരൻ തന്നെയാണ്. കാരണം ഇത്രയും ആൾക്കാർ അങ്ങനെ കൊതിക്കുന്നവരുണ്ട്. പക്ഷെ അവർ ആ സ്വപ്നം ഇന്നുവരെ സാധിച്ചു കിട്ടിയിട്ടില്ല. ആ സമയത്തല്ലേ നിനക്ക് സാധിച്ചു കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നീ അത് ചിന്തിക്കണം, അതിന് ശുക്റുള്ളവനാകണം എന്നൊരു ഉപദേശമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ചിന്തനീയമായ വാക്കുകളാണ്, ചിന്തനീയമായ ഉപദേശങ്ങളാണ്. വളരെ ഗൗരവത്തോടു കൂടെ ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.